പരമ്പരാഗതമായി ചേനക്കാല നാരായൺകരയിൽ നിന്നും പള്ളിയിലാങ്കരയിലേക്ക് സ്വതന്ത്രമായി സഞ്ചരിച്ചിരുന്ന പൊതുവഴിയും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന തോടും KSEB അനധികൃതമായി അടച്ചുകെട്ടുന്നതിനെതിരെ പരാതി അദാലത്തിൽ. ബൗണ്ടറി വാള് കെട്ടി തിരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഇപ്പോഴാണ്. ഇത് അക്വിസിഷൻ നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തർക്കം നിൽക്കുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളെ പോലെ അറിയില്ല. ഞാൻ KSEB ഇപ്പോഴല്ല അക്വിസിഷൻ നടത്തിയിരിക്കുന്നത്. അക്വിസിഷൻ എന്ന 70കളിലാണ് നടന്നേക്കണേ. ആ അക്വിസിഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളുടെ പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന വഴികളടക്കം ഇതൊക്കെയുണ്ട്. അതാണ് ആ തടസ്സം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇത് വരുമ്പോൾ ഒന്നാമത് താലൂക്ക് അല്ലെങ്കിൽ സർവേയർ ഇത് അളക്കാൻ നേരത്ത് ഇതിൻ്റെ ഈ ഭൂമിക്ക് എലികയില്ലേ, ഈ എലികയിലുള്ള ആളുകളെ കേട്ടോ ഓൾറെഡി റിക്കാർഡ് ഇതിൽ വന്ന ഇത് തെറ്റാണെങ്കിൽ ഇതിനെ നിങ്ങൾ ചലഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ കിടക്കേണ്ടായിരുന്നു. ഞാൻ ഈ അപ്പം നിങ്ങൾ ഈ പറഞ്ഞ സാധാരണഗതിയിൽ ഇത്രയും പറഞ്ഞിട്ട് റവന്യൂ പുറമ്പോക്ക് ഭൂമി സർക്കാരിന്റെ ഭൂമി തന്നെയാണ്. അതാണ് സാധാരണഗതിയിൽ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കസ്റ്റഡിയിലാണ് ഈ സാധനം ആണല്ലോ. ഈ റവന്യൂ ഭൂമികൾ ഇപ്പോൾ വന്നത് നിലവിലുള്ള ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അവരുടെ കീഴിൽ വരും. എന്നിട്ട് നിരാക്ഷേപ പത്രം ആ നഗരസഭ കൊടുക്കുമ്പോഴാണ് ഞാനത് നിയമം നമുക്കറിയത്തില്ല. ഇപ്പം നിലവിൽ ഇതിനകത്ത് കര അടച്ചുകൊണ്ടിരിക്കുന്ന KSEB ആണ് ആയിരിക്കും. ഇതിനെതിരെ നിങ്ങൾ ചലഞ്ച് ചെയ്യണം, നിങ്ങൾ അതിന് കോടതിയിൽ പോവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ മന്ത്രിതലത്തിൽ പുറമ്പോ